നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല തിരക്കുകളായിട്ടും വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ്. വീഡിയോ ചെയ്യാനുള്ള സമയമില്ല, എന്നാൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം, ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം രേണു സുധീരുടെ വീഡിയോ തന്നെയാണ്. രേണു സുധീരുടെ വീഡിയോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരാഴ്ചകൾക്ക് മുകളിലായിട്ടുണ്ടോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു വേറൊരു വീഡിയോ ആയിട്ട് വന്നത് ഈ രേണു സുധീരുടെ പുതിയ കുൽസിതങ്ങളൊക്കെ ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കുൽസിതം തന്നെ പ്രവൃത്തി മാറ്റുന്നില്ല, ഞാനത് തന്നെ ചെയ്യുന്നുള്ള രീതിയിൽ ആണ് രേണു പറയുന്നത്. രേണു ആൻറ്റി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തിൽ രേണു വയറും പൊക്കിളും ഒക്കെ കാണിക്കുന്നുണ്ട്, ചന്തയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് രേണുവിൻ്റെ ഈ പെരുമാറ്റ രീതിയിൽ ഒരു ചെറിയൊരു സംശയം. ഇനി രേണുവിന് എന്തെങ്കിലും തലയ്ക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സമനില തെറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അതുപോലുള്ള ചില പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. നാക്ക് ഇങ്ങനെ നീട്ടി കാണിക്കുന്നു, കണ്ണ് മെഴിച്ച് കാണിക്കുന്നു, അങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, തറപ്പിച്ച് നോക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാന്ന് വെച്ചത്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് മറയ്ക്കുന്നത്? എന്തിനാ സബ്സ്ക്രിപ്ഷനിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാനില്ലയോ? പാവം പിടിച്ച ഒരു വിധവ, മക്കളെ പോറ്റാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വിധവ, മാന്യമായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിധവ, ഇവരെയാണോടാ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിയ ശരികെ, നിങ്ങൾ എവിടെ? നിങ്ങളെ ഒന്ന് കാണാനായിട്ട് കണ്ണുകൾ ചെയ്യുന്നറിയാം, ഇവിടേക്ക് ഒന്ന് മറച്ചു പിടിക്കുകയും ചെയ്യും, താഴെ ആ ബട്ടൺസ് തുറന്നിടുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. എന്നാൽ മറ്റിടത്ത് അങ്ങനെയല്ല, അവിടേക്ക് നമുക്ക് പോകാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇവിടെ കുറച്ച് കമന്റുകൾ വന്നു മക്കളെ. ആ കമന്റ് വന്ന സമയത്ത് പാവം വിധവ, ആരെയും ഒന്നും പറയാത്ത, ആരുടെ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും വിളിക്കാത്ത, തെറി പറയാത്ത ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ആദ്യം ഇത് കൂതറ ശവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കമന്റ് ഇട്ടു. അതിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരി എഴുതിയിരിക്കുകയാണ്, അത് നിന്റെ അമ്മച്ചിയാ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമന്റ് അങ്ങോട്ട് എറിയുന്നുണ്ട്. കൂതറ ശവം എന്ന് വിളിച്ചതിന് പുള്ളിക്കാരി അമ്മയ്ക്കാണ് വിളിച്ചത്. ഞങ്ങൾക്കും പറയാനുള്ളത്, ഇവൾ ഷോ കാണിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അവരോടുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അയ്യോ, പാവങ്ങളുടെ തമന, വിധവകൾക്ക് വേണ്ടി ജീവിക്കുന്നവർ, കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവര്, ഇവരെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത്? ബാക്കി ഓക്കെ, ദൈവം സഹായിച്ച് എനിക്ക് ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട് മക്കളെ. ഉണ്ട്. ആ ചാറ്റ് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി. ഓക്കെ, ബാക്കി എന്നാലും ആ തുണി മഴത്തുള്ളിക്കിലൊക്കെ പറയുന്ന സിനിമയിലെ ഈ കുതിരയുടെ ദേഹത്ത് ഒരു എണ്ണ കൊണ്ട് തേക്കത്തില്ലയോ? തേച്ച് കഴിയുമ്പോൾ ഈ കുതിര ഈ സലീം കുമാറിന്റെ കൊച്ചിങ്കനീപ്പയുടെ പുറകെ ഒരു പോക്കുണ്ട്. ആ കുതിര എന്നൊക്കെ വെച്ചോണ്ട് ആ രംഗം ഒന്ന് കണ്ടു നോക്കിയോ നിങ്ങള്? ഇവിടെ ഈ സിനിമയുടെ സീന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ ഈ കുതിരയുടെ ദേഹത്ത് ഒരു എണ്ണ പുരട്ടുകയാണ് ഇവര്. അതായത് അവിടെ പുരട്ടാൻ വെച്ചത് മാറി വന്ന് ഈ കുതിരയുടെ ദേഹത്ത് പുരട്ടിയതാണ്. പുരട്ടുമ്പോഴത്തേന് ഈ കുതിരയ്ക്ക് വികാരമിളകും. വന്നിട്ട് ഈ പറയുന്ന കൊച്ചിൻ ഖനീഫയുടെ പുറത്ത് ഒരു ഇടിക്കും. കൊച്ചിൻ ഖനീഫ എന്ത് ചെയ്യും? ഓടി അങ്ങ് എവിടെ ഒരിടത്ത് തട്ടി വീഴുമ്പോൾ പിന്നെ ഈ കുതിര കാണിക്കുന്ന ഒരു രംഗമുണ്ട്, അത് കണ്ടു നോക്കി. അതും ഇതുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, കണ്ടു നോക്ക്. കണ്ടല്ലോ, ഇതും അതും കൂടെ ഏതാണ്ട് സെയിം അല്ലേ? എനിക്ക് അത് കണ്ടപ്പോ ഇതാണ് ഓർമ്മ വന്നത്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കാണിക്കുക. അപ്പൊ ഇതേണ്ട ഈ സലീം കുമാറിന്റെ കൊച്ചിൻ ഖനീഫയുടെ ഏതാണ്ട് ഈ ഒരു മുഖവും ആ മുഖവും ഏതാണ്ട് സെയിം അല്ലേ? എന്തൊക്കെയാണ് കാണിക്കുന്നത്? കണ്ടില്ല നിങ്ങൾ ആ വീഡിയോ? കണ്ടില്ലേ? ഈ വീഡിയോ ഞാൻ വേറൊരു യൂട്യൂബിൽ നിന്ന് വിട്ടതാണ്. അപ്പോൾ ആ യൂട്യൂബർ അവിടെ സംസാരിക്കുന്നത് അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തെളിവ് സഹിതം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നുണയാണെന്ന് ആരും പറയത്തില്ല. കാരണം അതല്ലെങ്കിൽ പറയും രേണുവിനോട് ഭയങ്കരമായിട്ടുള്ള വ്യക്തിവൈരാഗിയാണ്. രേണുവിനോട് ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഈ വൈറലായിട്ടുള്ള ഈ ഡാൻസുകളെയും അതുപോലുള്ള അഹങ്കാരങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, ഈ രേണു ആ പള്ളിയിലത്തെ ആ ബിഷപ്പിനെ
ചതിച്ച അന്ന് മുതൽ രേണുവിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് രേണുവിൻ്റെ ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇപ്പം ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ രേണു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലായാലും ഈ പിന്നെ കേരളത്തിലായാലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്യാമെന്ന് തോന്നി. അപ്പം ഇവരുടെ ഈ ഇതിൽ കാണിക്കുമെന്നൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പന്തികേട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സമനില തെറ്റിയ പോലുള്ള ഒരു പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ണ് മേടിക്കുന്നു, നാക്ക് നീട്ടുന്നു. സംഭവം ലൈംഗിക വൈകൃതം തന്നെയാണ്. പക്ഷെ അത് കാണുമ്പോൾ തോന്നുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു അരപ്പിരി ലൂസുള്ള പോലുള്ളതൊക്കെ കാണിക്കുന്നത്, ചിലപ്പോൾ പിടിച്ച നായ്ക്കളൊക്കെ പട്ടികളൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു പരിപാടികളൊക്കെയാണ് ഈ രേണു ചെയ്യുന്നത്. അപ്പോൾ ഈ രേണുവിൻ്റെ ഈ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബറുടെ വീഡിയോ ഞാനിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കൂതറ ശവം അല്ല മറ്റേ ശവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആളുകൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മളെന്നല്ല, രേണുവിനെ. അപ്പോൾ ഈ രേണുവിനെ അനുകരിച്ചുകൊണ്ട് രേണുവിൻ്റെ ഇതേ പാത തുടർന്നിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രേണുവിനെ ഇതിൻ്റെ ഇടയിൽ ന്യായീകരിക്കാൻ ഒരു പാവം പെണ്ണാണ്, അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിധവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശീരിയോ എന്തോ ഒരു പേരുള്ള ഒരു സ്ത്രീ വന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നാണ് എനിക്കറിയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാണ്ട പറഞ്ഞാലും അവരപ്പോൾ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്യണം തോന്നി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ ഒന്ന് എത്തിക്കണം. അപ്പം ഇതിൻ്റെ വ്യക്തമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. കാരണം അതിൻ്റെ ഇടയിൽ ഏതൊരു വണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതോ റോട്ടിൽ കൂടി പോകണ ഒരു അപരാധി മോൻ ഹോണടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഹോണടി ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ ഒന്ന് ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പകൽ വീട്ടിനകത്തിരുന്ന് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഇല്ല. ഒന്നെങ്കിൽ TV, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൊബൈലിൽ സംസാരം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട്. അപ്പോൾ ആ സംസാരം ഒഴിവാക്കാനായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. പുറത്തോട്ടാകുമ്പോൾ പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. കാരണം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ കൊടിയുടെ ചോട്ടിൽ നിന്നും മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റാണ്. കാരണം ഒരു പ്രത്യേക സ്റ്റൈലാണ്. സാധാരണ നമ്മുടെ വീടുകളിലോ ഏതെങ്കിലും ഈ റൂമിലോ ലോഡ്ജിലൊക്കെ റൂം എടുത്തിട്ട് അവിടെ ഇരുന്നിട്ടാവും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും കൂടി നല്ലത് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് കാണിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഈ പുറത്തോട്ട്. കാരണം നിങ്ങളുടെ പ്രകൃതി സ്ഥലങ്ങൾ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ട് വീഡിയോ ചെയ്യുക. തണുപ്പുള്ള സ്ഥലങ്ങൾ, ടൗൺ ഏരിയയിൽ നിന്ന് ഒരുപാട് വിട്ടിട്ട്, അതായത് ഒരുപാട് പിന്നെ വാഹനങ്ങളുടെ സൗണ്ടും ഇല്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് നശിച്ചൊരു വാഹനം അതിൽ ഹോണടിച്ച് പോകുന്നത്. അവനൊന്നും അധികം കാലം ഈ ഹോണടി അടിക്കത്തില്ല. എനിക്കതേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഹോണടി ഇതിനകത്ത് പെടുന്നുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുക, കാണുന്ന ജനങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ കേൾപ്പിക്കാം. അപ്പോൾ രേണുവിൻ്റെ ഈ കുലിസിത പ്രവർത്തികളും ഈ ഒരുമാതിരി ഈ മെൻ്റൽ ഇളകി പോലുള്ള ഒരു പ്രവൃത്തി കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. രേണുവിൻ്റെ വീഡിയോ ഇനിയും ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. സമയം കിട്ടുമ്പോൾ അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ തുമ്പി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട്. പിന്നെ അവരുടെ ചാനൽ അക്കൗണ്ട് പൂട്ടിയ വിവരം അതും ഒന്ന് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കിട്ടിയിട്ട് വേണം അതും ചെയ്യാൻ. അതുപോലെ വേറെ 1-2 വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.